ചൈതന്യ ചേട്ടൻ കാർട്ടൂണിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കെന്നാ ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ? അതിനു മുമ്പ് നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ കൂട്ടുകാരെ. കിച്ചു ചേട്ടാ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താണ് രാവിലെ തന്നെ മുഖത്തൊരു വിഷാദ ഭാവം? എനിക്കിവിടെ നിന്നിട്ട് ബോറടിച്ചിട്ട് വയ്യ. അമ്മ പറഞ്ഞിന്ന് കളിക്കാൻ പോകണ്ടെന്ന്. മഴയൊക്കെ അല്ലേ, അതുകൊണ്ട് വീട്ടിൽ ഇരിക്കാൻ പറഞ്ഞു. അതിനെന്താ, വീട്ടിൽ ഇരുന്ന് കളിക്കാമല്ലോ. വീട്ടിൽ ഇരുന്ന് എന്ത് കളിക്കാനാ? നമ്മൾ ഈ വീട്ടിലെ നമ്മൾ 4 പേരുണ്ടല്ലോ മക്കളായിട്ട്. നമുക്ക് 4 പേരും കൂടി ഒളിച്ചു കളിച്ചാലെന്താ? അതൊക്കെ മടുപ്പാ. എനിക്കെങ്ങും കഴിയല്ല ഒളിച്ചു കളിക്കാനൊന്നും. എന്നാ കിച്ചു ചേട്ടൻ പറ, എന്ത് കളിക്കണമെന്ന്, നമുക്കത് കളിക്കാം. എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോയി കളിച്ചാൽ മതി. വീട്ടിലിരുന്ന് കളിച്ച് ഞാൻ മടുത്ത്. നേരത്തെ പുറത്തു പോയി കളിക്കാൻ പറഞ്ഞ എനിക്കെങ്ങും കളിക്കണ്ട, എനിക്ക് വീട്ടിലിരുന്നാ മതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കിരിച്ചേട്ടൻ തന്നെയല്ലേ? അപ്പോഴൊക്കെ എന്തൊരു ഷോ ആയിരുന്നു, ഒരു പുസ്തക പുഴുവായിരുന്നു ബുജ്ജി. പക്ഷെ ഇപ്പൊ അതൊക്കെ പോയി. ഭയങ്കര ഉഴപ്പ് തന്നെ, ഉഴപ്പ്. കിച്ചേട്ടന് ഇപ്പൊ മാർക്കൊക്കെ കുറയുന്നുണ്ട് കേട്ടോ. അതിന് നിനക്കിപ്പോൾ എന്താ വേണ്ടേ? നീ എന്തിനാ എന്നോട് ഉടക്കാൻ വരുന്നേ? നിനക്ക് നിന്റെ കാര്യം നോക്കി വല്ല മൂലയ്ക്ക് പോയി ഇരിക്കാൻ പാടില്ലേ? നിനക്ക് പഠിക്കണമെങ്കിൽ നീ അങ്ങ് പോയെന്ന് പഠിക്ക്. വലിയ കഷ്ടമാണല്ലോ. വലിയ പുള്ളി ഇവിടെ സങ്കടപ്പെട്ടിരിക്കുന്ന കണ്ടപ്പോ ചോദിക്കാൻ വന്നത് എന്റെ കുറ്റം. ഞാൻ സങ്കടപ്പെട്ടിരുന്നാൽ എന്താ, സന്തോഷപ്പെട്ടിരുന്നാൽ എന്താ? നിനക്ക് നിന്റെ കാര്യം നോക്കിയാ പോരെ? വെറുതെ എല്ലാവരുടെയും കാര്യത്തിൽ ഇടപെടാനായിട്ട് ഇങ്ങനെ നടന്നോളൂ. ഇന്നും കൂടിയല്ലേ ഈ വെള്ളത്തിലൊക്കെ, അതൊക്കെ കഴിയുമ്പോ എല്ലാം മാറിക്കോളും. അതെന്താ, ഇന്നെന്താ ഒരു പ്രത്യേകത? അതൊക്കെ കുറച്ച് കഴിയുമ്പോ മനസ്സിലായിക്കോളും. എനിക്കിപ്പോ പറയാനേ സൗകര്യമില്ല, എന്ത് ചെയ്യും? വന്ന് വന്ന് പെണ്ണിന്റെ ഒരു അഹങ്കാരവേ. എന്നാ കണ്ണേട്ടാ, എന്നെ വിളിച്ചെന്തിനാ? ഞാനറിയാതെ ഈ വീട്ടിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് കാത്തു. അമ്മയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ കുക്കിങ്ങിലൊക്കെയാ. എന്താണ്, ആരെങ്കിലും വന്നുണ്ടോ? എനിക്ക് എന്തെങ്കിലും അറിയാവോ? കല്ലു ചേച്ചി പറയുന്നുണ്ടായിരുന്നു എന്തോ സർപ്രൈസ് ഉണ്ടെന്ന്. എന്താണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്തായാലും നമുക്കതൊന്ന് കണ്ടുപിടിക്കണ്ടേ? അതൊക്കെ ഓർത്ത് നമ്മളെന്തിനാ വെറുതെ നമ്മുടെ സമയം കളയണേ? നമുക്ക് ആ സമയത്ത് അടുക്കളയിൽ പോയി സ്പെഷ്യൽ എന്താന്ന് നോക്കിയിട്ട് എന്തെങ്കിലും അടിച്ചു മതി തിന്നാൻ കിട്ടുമെന്ന് നോക്കാം. 24 മണിക്കൂറും എന്നാങ്കിൽ തിന്നാ മതി എന്ന് പറഞ്ഞ് നടക്കണ നിന്നെ സമ്മതിക്കണം കേട്ടോ കാത്തേ. നീ കഴിക്കണമെന്ന് നിന്റെ ശരീരത്ത് കാണില്ലല്ലോ. ഈ പറയണ പുള്ളി ഒരു പുണ്യാളൻ. ഞാൻ വന്നതിന് മുമ്പ് ഇവിടെ ഇതുപോലെ അടിച്ചു മാറ്റി തിന്നോണ്ടിരുന്ന ആരാന്നൊക്കെ എനിക്കറിയാം. ഞാൻ വന്നു കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും എടുത്ത് തിന്നാൻ നിന്നാലേ പ്രശ്നമുള്ളൂ. കണ്ണേടുന്ന് എന്തും കാണിക്കാം. ഇവിടെ പുളുസൂ നടക്കത്തില്ല. എന്തേലും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ വന്നാൽ ഞാൻ തരാം കുറച്ച്. അല്ലെങ്കിൽ ഞാൻ എടുത്തോണ്ട് വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ എന്നോട് ചോദിക്കാൻ നിന്നാ കിട്ടത്തില്ല കേട്ടോ. എന്നാ ഞാനും വരാം. അങ്ങനെ വഴിക്ക് വാ. ഒരു പണിയും തീർന്നിട്ടില്ല, പെട്ടെന്നെല്ലാം ചെയ്ത് തീർക്കണം. അയ്യോ, വാഴയിലെടുത്തില്ലല്ലോ, പോയി വാഴയിലെടുത്തിട്ട് വരാം. അമ്മ, ഇത് എന്തൊക്കെയാണമ്മ ഞാൻ കാണുന്നേ? ഞാൻ സ്വപ്നം വല്ലതും കാണുവാണോ? അതെന്താ സ്വപ്നം കാണുവാണോന്ന് ചോദിക്കുന്നേ? സ്വപ്നമല്ല, സത്യമാണ്. എന്താ? അല്ല, ഇത്രയധികം ഫുഡൊക്കെ കണ്ടപ്പോഴേ എന്റെ കണ്ണ് തള്ളിയിരിക്കുക. ഇതൊക്കെ ഇന്ന് വയറ് നിറച്ച് തിന്ന് തീർക്കണം. പെട്ടെന്ന് എടുത്തോ, കഴിക്കാം. അമ്പടി കൊതിച്ചി. ഇപ്പൊ കഴിക്കാനായിട്ടില്ല കേട്ടോ, കഴിക്കാൻ സമയമാകുമ്പോഴേ അമ്മ വിളിക്കാം, അപ്പൊ വന്നാ മതിയേ. അതെന്താ സമയാവാത്തെ? അതൊക്കെ കുറച്ച് കഴിയുമ്പോ മനസ്സിലാവും കേട്ടോ. രാവിലെ തൊട്ട് തുടങ്ങിയതെല്ലാം കൂടി കുറച്ച് കഴിയുമ്പോ മനസ്സിലാവും എന്ന് പറഞ്ഞു. മനുഷ്യനെ പ്രാന്ത പിടിപ്പിക്കണതിനൊരു അതിരുണ്ട് കേട്ടോ. കൊയ്യുന്നു പോവാണ്. ആണോടാ, ഒരു 10 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്താൽ മതി, അപ്പൊ അറിയാൻ പറ്റും കാര്യം എന്താണെന്ന്. ശരി. കാത്തു, അമ്മേ പോയി ഇല എടുത്തോണ്ട് വരാം കേട്ടോ. മോള് കുറച്ചു നേരം അടുക്കള നിൽക്കണേ.
ഞാൻ നിന്നോളാം. ഒരു കള്ള പൂച്ച കുറെ നേരമായിട്ട് ഇവിടെ കറങ്ങിയടിച്ച് നടപ്പുണ്ട്. ഇതിന്റെയൊക്കെ സ്മെല്ല് കേട്ടിട്ടേ പൂച്ചക്ക് ഇരിക്ക് പറക്കണില്ലെന്ന് തോന്നുന്നു. ആ, ഇനി ഒരു പൂച്ച ഇങ്ങോട്ട് വരികേല. അമ്മ പൊക്കോ ധൈര്യമായിട്ട്. ആ, ഞാൻ പൊക്കോളാം. പക്ഷെ നീ ഇതിൻ്റെ അകത്തുനിന്നൊന്നും അടിച്ചു മാറ്റാൻ നിൽക്കല്ലേ. അമ്മ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? ഞാൻ അങ്ങനെ അടിച്ചു മാറ്റണ കൊച്ചാണോ? ആ, കള്ളന്റെ കയ്യിലാണ് താക്കോല് കൊടുക്കണമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് പറഞ്ഞതാ. ഈ അമ്മയുടെ ഒരു കാര്യം. ഹോ, സമാധാനം. അമ്മ പോയി. കണ്ണേട്ടാ, കേറി വാ. എന്തായാലും രോഗി എത്തിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറയണ ഇതായിരിക്കല്ലേ? ആ, പാലൊക്കെ പിന്നെ കുടിക്കാം. ഇപ്പോഴേ ഒരു ചിക്കൻ പീസ് അടിച്ചു മാറ്റി കണ്ട് ഓടാം. കണ്ണേട്ടാ, എനിക്ക് എത്തണില്ല. ഓ, ഇങ്ങോട്ട് മാറി, ഞാൻ എടുക്കാം. വേണ്ട, എന്നെ ഒന്ന് പൊക്കിയാ മതി. ഓ, എടുത്ത് പൊക്കാനും സമയമില്ല. പൊക്കിട്ട് വരുമ്പോഴത്തേക്കും അമ്മ വരും. മാറിങ്ങട്. ഹായ്, കിട്ടിപ്പോയി. എന്നാ വാ, നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാം. ആ, കൊള്ളാം. നല്ല ആളെയാണ് ഞാൻ ഇവിടെ നിർത്തിയത്. എന്ത് പറ്റി പോയി കളഞ്ഞത്? അയ്യോ, എൻ്റെ ചിക്കൻ പീസ് അടിച്ചോണ്ട് പോയി കള്ളി. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ആരെ നിർത്തിയാലും കാത്തോനെ നിർത്തരുതായിരുന്നു. സാരമില്ല. ആരെ ഈ പ്രാവശ്യത്തിൽ ഇങ്ങനെ ചിക്കൻ പീസൊക്കെ അടിച്ചു മാറ്റാത്ത കൊണ്ടുപോയി കഴിക്കട്ടെ. ഹലോ, എത്താനായോ ഇവിടെ? ആ ആ, ശരി ശരി, പെട്ടെന്ന് വന്നേ. ലവ് യു. ചിക്കൻ വറുത്ത കൊള്ളായിരുന്നല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്നെന്തോ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു. കണ്ണേട്ടാ, ആരോ വന്നിട്ടുണ്ടല്ലോ, ഒന്ന് പോയി നോക്കാവാ? ആ, നീ ഇവിടെ ഇരുന്നോ, ഞാൻ പോയി നോക്കാം. ആരായിരിക്കും വന്നത്? ആരായിരിക്കും? അച്ഛാ, എല്ലാവർക്കും സുഖമല്ലേ? ആ അച്ഛാ, ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം. അച്ഛന് സുഖല്ലേ? ആ, അച്ഛന് സുഖ. അപ്പൊ അച്ഛനായിരുന്നല്ലേ സർപ്രൈസ് ആയിട്ട് വരുമെന്ന് പറഞ്ഞേ? 2 വർഷമായല്ലോ അച്ഛനെ കണ്ടിട്ട്. ആ, അച്ഛൻ തന്നെയായിരുന്നു നിന്ന് വരുന്നേ. അമ്മേനോട് പ്രത്യേകം പറഞ്ഞായിരുന്നു ആരോടും പറയരുതെന്ന്. അമ്മ പറഞ്ഞു. അമ്മ കൂട്ടുകാരനോട് സംസാരിച്ചപ്പോഴത്തേക്ക് കല്ലു കേട്ടെന്ന്. അച്ഛാ, ഞങ്ങൾക്ക് എന്തൊക്കെയാ കൊണ്ടുവന്നേ? ആ, ഒരുപാട് സാധനങ്ങളുണ്ട്. അനു, കിച്ചു, ഹായ്. അച്ഛൻ ഇതിപ്പോ വന്നു. ആ, ഒരു 5 മിനിറ്റ് ആയി. അരുണേട്ടാ, സുഖല്ലേ എന്റെ ഭാര്യയെ? ഷോപ്പിംഗ് ഒന്നും വേണ്ട. ക്ഷീണിച്ചു വന്നതല്ലേ, പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. അച്ഛൻ ഞങ്ങൾക്ക് എന്തൊക്കെ കൊണ്ടുവന്നു കാണിക്കേ. അതൊക്കെ ഇനി നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. അയ്യോ. ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ, ലവ് യു ഉമ്മ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ.